Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സിമ്പിൾ വെബ് ആപ്ലിക്കേഷൻ എക്ലിപ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫയൽ ന്യൂ. നമ്മളിവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ ജാവ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ന്യൂ ജാവ പ്രൊജക്റ്റ് അല്ലേ കൊടുക്കുക. ഇവിടെ ഡൈനാമിക് വെബ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചിലർക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഡൈനാമിക് വെബ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്കാണ് മേളിൽ ഐ ബട്ടണിൽ കാണിക്കുന്നത്. ഓക്കെ, അത് നോക്കി അത് ചെയ്യുക. ഇപ്പം ഇത് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മുടെ പ്രൊജക്റ്റിന്റെ പേര് കൊടുക്കുക, മൈ ലക്കി പ്രൊജക്റ്റ്, വെറൈറ്റി പേരായിക്കോട്ടെ. എന്നിട്ട് ഇവിടെ ടാർഗറ്റ് റൺ ടൈമിൻ്റെ അവിടെ നമ്മുടെ ടോം കാറ്റ് സെർവറിന്റെ വെർഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അപ്പാഷെ ടോം കാറ്റിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ടോം കാറ്റ് ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ ഞാൻ ആ ടോം കാറ്റ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ കാണിക്കുന്നുണ്ട്. അത് കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് നോക്കി അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വന്നോളും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെബ് മൊഡ്യൂൾ എന്നൊരു പേജ് വരും. അവിടെ ജനറേറ്റ് വെബ് ഡോട്ട് XML ഡിപ്ലോയ്മെന്റ് ഡിസ്ക്രിപ്റ്റർ എന്ന് പറഞ്ഞൊരു ചെക്ക് ബോക്സ് കാണിക്കും, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം എൻ്റെ ഓൾറെഡി ഇവിടെ ടിക്കാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫിനിഷ് കൊടുക്കുക. ഓക്കെ, ഇപ്പം ദാ എൻ്റെ ലക്കി പ്രോജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ റെഡ് മാർക്കുണ്ട്, ഒരു എറർ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ എറർ എവിടെയാണെന്ന് നോക്കാം. എന്താ ഇവിടെ സോഴ്സ് ഫയലിൻ്റെ അവിടെയാണ് കാണിക്കുന്നത്. അപ്പം അത് ക്ലിക്ക് ചെയ്ത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ വെബ് ഡോട്ട് XML ആണ് എറർ. അപ്പം ഇതെന്താന്ന് വെച്ചാൽ ചെറിയ നെയിം സ്പേസിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും എറർ വരുന്നത്. കാരണം ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലൈൻ കാണാം, XML നെയിം സ്പേസ് എന്ന് പറയുന്നത് http java.sun.com അങ്ങനെയാണ് കാണിക്കുന്നത്. ഇനി നമ്മുടെ ഈ ടോം കാറ്റ് സെർവറിന്റെ ഓക്കെ, ഇതിപ്പോൾ ക്ലോസ് ചെയ്യാം. ടോം കാറ്റ് സെർവറിന്റെ വെബ് ഡോട്ട് XML നിങ്ങൾ എടുക്കുക. എന്നിട്ട് അത് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടോ XMLNS അവിടെ ഒരു നെയിം സ്പേസ് കാണിക്കും. മുമ്പത്തെ എന്തായിരുന്നു സൺ ഡോട്ട് അങ്ങനെയല്ലേ കിടന്നത്, ഇവിടെ കിടക്കുന്നുണ്ടോ https jakarta.ee. അപ്പൊ ഇതായിരിക്കണം നമ്മുടെ നെയിം സ്പേസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിന്റെ ഈ XMLNS മാത്രം കോപ്പി ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എറർ കാണിക്കുന്ന വെബ് ഡോട്ട് XML അല്ലേ, അവിടെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ നെയിം സ്പേസ് എഡിറ്റ് ചെയ്യുക. ഇവിടെ വന്നിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ സേവ് കൊടുക്കുമ്പോൾ ഈ എറർ പോയിട്ടുണ്ടായിരിക്കും. കണ്ടോ, റെഡ് ലൈനൊക്കെ പോയത് കണ്ടോ, റെഡ് ലൈനൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിനി ധൈര്യമായിട്ടൊരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ പുതിയൊരു JSP ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്, ന്യൂ JSP ഫയൽ. അപ്പം ന്യൂ ഫയൽ ഡോട്ട് JSP എന്ന് തന്നെ കൊടുക്കാം. ഇപ്പോൾ വന്നു. ഓക്കെ, ഇനി നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് ടാഗ് ഒക്കെ വന്നോളും. നമ്മൾ നോട്ട് പാഡ് പോലെ ഒരുപാട് എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു H1 ടാഗിൽ ബോഡിക്കകത്ത് കൊടുക്കാം. അപ്പം H1-നകത്ത് എന്താ ഞാൻ കൊടുക്കുക, അപ്പം എനിക്കിഷ്ടപ്പെട്ട സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ് കൊടുക്കാം. സ്വിറ്റ്സർലാൻഡ് ഹെവൻ ഓൺ എർത്ത് എന്ന് കൊടുത്തു. ഓക്കെ, ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമ്മളിത് റൺ ചെയ്യാണ്. എങ്ങനെയാണ് റൺ ഓൺ സെർവർ കൊടുക്കാം, ടോം കാറ്റ് ഫിനിഷ് കൊടുക്കാം. സ്വിറ്റ്സർലാൻഡ് ഹെവൻ ഓൺ എർത്ത് എന്ന് വന്നുണ്ടോ. നമുക്കിനി ഇത് കുറച്ച് ഭംഗിയായിട്ട് കൊടുക്കാം. അപ്പം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനാണ് ഞാനൊരു സിംഗിൾ ലൈൻ കൊടുത്തത്. നമുക്കിത് ഭംഗിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പേജിന്റെ കളർ വൈറ്റ് അല്ലേ, നമുക്കിത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്ന എവിടെയാണ്, നമ്മുടെ ബോഡി ടാഗിൽ അല്ലേ. ബോഡി കൺട്രോൾ സ്പേസ് അടിച്ചു കൊടുത്താൽ മതി, ടാഗ് ഉണ്ടെങ്കിൽ വന്നോളും. ഓക്കെ, സ്റ്റൈൽ ഈക്വൽ ടു നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെ കൊടുക്കുക, കൺട്രോൾ സ്പേസ് കൊടുത്താൽ മതി. ഇതാ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊരു ലൈറ്റ് ഷെയ്ഡ് മതി. അപ്പം ഞാനിവിടെ ഒരു ഗ്രേ കൊടുക്കുകയാണ്, ലൈറ്റ് ഗ്രേ കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി റൺ ചെയ്തത് ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ വീണ്ടും റൺ ചെയ്യേണ്ട. അതാ ഇവിടെ കണ്ടോ 2 ആരോ കിടക്കുന്നത്, അതാണ് റിഫ്രഷ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ കണ്ടോ, അത് വന്നു. ഇനി എനിക്കിപ്പോൾ ഇവിടെ ഇത് ഈ സ്വിറ്റ്സർലാൻഡ് ഹെവൻ ഓൺ എർത്ത് എന്നുള്ളത് വേറൊരു കളർ മതി, ബ്ലാക്ക് വേണ്ട. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ നമുക്ക് കൊടുക്കാം ഫോണ്ട് കളർ അല്ലേ, ഫോണ്ട് കളർ. ഇവിടെ കളർ വന്നു. നമുക്ക് ബ്ലൂ കൊടുക്കാം. ഓക്കെ, ബ്ലൂ കൊടുത്തിട്ട് ഇവിടെ അത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഈ ഫോണ്ട്
ക്ലോസിംഗ് ടാഗ് ഈ ഹെവൻ ഓൺ എർത്ത് കഴിഞ്ഞിട്ട് വേണം അത് ക്ലോസ് ആവാൻ. ഇല്ലേ പിന്നെ ഫോണ്ട് ഇതിന് അപ്ലൈ ആവത്തില്ല. ഏതിനാണോ നമുക്ക് ഫോണ്ട് കൊടുക്കേണ്ടത് അതിൻ്റെ ഇടയിൽ ആ ടെക്സ്റ്റ് കൊടുക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വിറ്റ്സർലൻഡ് അങ്ങ് പോയി. എനിക്കിപ്പോൾ സ്വിറ്റ്സർലൻഡ് ഇവിടെ കൊടുക്കാം, ഒന്നുകൂടെ കൊടുക്കാം. ഓക്കെ, കൊടുത്തു, സേവ് ചെയ്യാം. ഇനി നമ്മൾ റിഫ്രഷ് കൊടുത്താൽ മതി. ഇതാ ബ്ലൂ കളർ വന്നു. ഇനിയിപ്പോൾ ഞാൻ ഹെഡിങ് കൊടുത്തു. ഇനി എനിക്ക് എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യുക? പാരഗ്രാഫ് ടാഗ് എഴുതും അല്ലേ? പി ടാഗിനകത്തല്ലേ എഴുതുന്നത്. അപ്പോൾ പി ടാഗ് ഞാൻ എഴുതി, എന്നിട്ട് ക്ലോസിംഗ് ടാഗ് കൊടുത്തു. ഇനി പി ടാഗിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് എന്താ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ വേണം. ഞാനപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഞാനപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ കൊടുത്തു. എന്നിട്ട് ഇത് റീഫ്രഷ് കൊടുക്കുകയാണ്. ഇതാ ഇപ്പോൾ സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനും വന്നു. ഇനി നമുക്കൊരു പടം കൂടെ കൊടുക്കാം, എന്നാലല്ലേ ഭംഗിയാവത്തുള്ളൂ. അപ്പോൾ പടം കൊടുക്കണേ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഇമേജാണ് ഉള്ളത് അതും ഈ JSPയുടെ അവിടെ തന്നെ കൊണ്ടുവന്നിടണം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ആ ഇമേജ് ലോഡ് ആവത്തില്ല. അപ്പം ഞാനിവിടെ ഒരു ഇമേജ് എടുത്ത് വെച്ചിട്ടുണ്ട്, swiss.jpg എന്ന് പറഞ്ഞ്. അത് കോപ്പി ചെയ്തിട്ട് നമുക്കത് ഇവിടെ കൊണ്ടിടാം. പേസ്റ്റ് swiss.jpg. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഇമേജ് കൊടുക്കുന്നത്? IMG ടാഗ് വെച്ചല്ലേ, ഇമേജ് SRC ഈക്വൽ ടു കൊടുക്കുകയാണ് swiss.jpg കൊടുത്തു. ഇനി നമുക്കിത് റിഫ്രഷ് ചെയ്യാം. ഇതാ റിഫ്രഷ് ചെയ്തപ്പോൾ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യണം. ഇങ്ങനെയാണ് പടം വന്നിരിക്കുന്നത്. എനിക്കപ്പോൾ ഇത്രയും വേണ്ട, ഇതൊന്ന് ഒരു കൺഫൈൻഡ് ആയിട്ടൊരു സ്പേസിൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു വിഡ്ത്ത് ഒരു 800 കൊടുക്കാം. ഓക്കെ, പിന്നെ ഹൈറ്റ് ഒരു 300 കൊടുക്കാം. ഇതെങ്ങനെ വരുമെന്ന് നോക്കാം. ഇത് റിഫ്രഷ് കൊടുത്തപ്പോൾ ഇതൊന്ന് ഒതുങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലുതാക്കാം, ചെറുതാക്കാം. ഇതിപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള ഒരു ഇമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എക്ലിപ്സിനകത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ടാഗ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. അതാണ് ഈ എഡിറ്ററിൻ്റെ ഒരു ഗുണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.